മലയാളിയുടെ രണ്ട് മുഖങ്ങൾ. കേരളീയരെ ചെവി തരുവീൻ, ഞാൻ നിങ്ങൾക്ക് യാഥാർത്ഥ്യം ഓതിത്തരാം. ഏവർക്കും സ്വാഗതം, നമസ്കാരം. ചില കാലഘട്ടങ്ങളിൽ ആ യുഗത്തെയും ആ ജനതയെയും അവർ ജീവിക്കുന്ന സംസ്കാരത്തിൻ്റെ സ്വഭാവത്തെയും മനസ്സിലാക്കുവാൻ ചില വ്യക്തികളെ ശ്രദ്ധിച്ചാൽ പര്യാപ്തമായിരിക്കും. എപ്പോഴും അങ്ങനെയാകണമെന്നില്ല. ചരിത്രത്തിൻ്റെ ചില പ്രത്യേകതയുള്ള ഏടുകളിൽ അങ്ങനെയുള്ള ഒരവസ്ഥ സംഭവിക്കാറുണ്ട്. ഞാൻ കേരളത്തെ കഴിഞ്ഞ 8 വർഷമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള വളരെ കൗതുകമേറിയ ഒരു യാഥാർത്ഥ്യം, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ 2 വ്യക്തികളെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. അത് ഒരു തരത്തിൽ നോക്കിയാൽ വളരെ സൗകര്യമാണ്. കാരണം 3.5 കോടി ജനം വസിക്കുന്നൊരു സംസ്ഥാനം, അതിൻ്റെ ആത്മാവെന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക, ഈ 3.5 കോടി ആളുകളെയും വ്യക്തിപരമായി ശോധന ചെയ്ത് അവരുടെ പ്രവർത്തനത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെ അംശങ്ങളെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലിട്ട് പ്രോസസ്സ് ചെയ്ത് ഒരു കണ്ടുപിടുത്തം നടത്താൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകതയുള്ള ഒരു കാലഘട്ടത്തിലാണ് മലയാളി ഇപ്പോൾ ആയിരിക്കുന്നത്. മിത്രേനെ പറ്റി ഞാൻ ഇതിന് മുൻപ് 8 വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. അത് ചെയ്യാൻ തന്നെ കാരണം എൻ്റെ ഈ തിരിച്ചറിവാണ്. പലരും അതിനെ മിത്രേനോടുള്ള എൻ്റെ വ്യക്തിപരമായ വിദ്വേഷമായിട്ടോ അസൂയായിട്ടോ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ തത്രപ്പെട്ടിട്ടുണ്ട്. എനിക്കതിലൊന്നും ഒരു പരാതിയില്ല. ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും നന്മ വരട്ടെ എന്ന് താല്പര്യമുണ്ട്. എന്നാൽ നന്മ സ്വീകരിപ്പാൻ മനസ്സില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥയെ അവരുടെ മനസാക്ഷിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കൈകൂപ്പി പിൻവാങ്ങുക, അല്ലെങ്കിൽ എൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുക എന്നതിനപ്പുറം യാതൊരു ലക്ഷ്യമോ തന്ത്രമോ എനിക്കില്ല എന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. ഈ വീഡിയോയിൽ ഞാൻ മൈത്രേനെ പറ്റി ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടി വന്നാൽ അതിനും മടിക്കയില്ല എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പോൾ ശശി തരൂരിലാണ്. ഞാൻ ഇന്നലെ ശശി തരൂരിൻ്റെ തന്ത്രം എന്താണ്, അദ്ദേഹം ഇപ്പോൾ BJPയിലോട്ട് ഉടനെ ചാടുകയില്ല, അതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായ വിധത്തിൽ വിശദീകരിച്ച് ഏവരുമായി പങ്കിട്ട വീഡിയോയോട് അനേകർ പ്രതികരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5000-ൽ പരം ആളുകൾ അത് കണ്ട് പല വിധത്തിൽ അതിനെ മനസ്സിലാക്കുകയും മനഃപൂർവ്വം തെറ്റിദ്ധരിക്കുകയും ശശി തരൂരിനോടുള്ള എൻ്റെ അസൂയ കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇപ്പം മൈത്രേനോട് എനിക്ക് അസൂയ, ശശി തരൂരിനോട് എനിക്ക് അസൂയ. അപ്പോൾ എനിക്കാകപ്പാടെ ഉള്ളത് അസൂയ മാത്രമാണ് എന്ന ഒരു ധാരണ വരുത്തി വെക്കുക. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ, എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ശശി തരൂരിനെ പറ്റി പറയാനുള്ളത് എന്താണ്, ഇത് അദ്ദേഹത്തെ തന്നെ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നറിയില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നതുപോലെ ഞങ്ങൾ 2 പേരും സ്റ്റിഫേനിയൻസാണ്. ഞാൻ 1973 മുതൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായി ജോലി ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഹിസ്റ്ററി പഠിച്ച വ്യക്തിയാണ് ശശി തരൂർ. അപ്പോൾ സ്റ്റിഫേനിയൻസ് എന്ന നിലയിൽ ഞങ്ങൾ തമ്മിൽ ഒരു വലിയ ആഴമേറിയ സ്നേഹത്തിൻ്റെ ബന്ധമുണ്ട്. ഞങ്ങൾ ഒരേ ബൗദ്ധിക വിദ്യാഭ്യാസ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. ഞങ്ങൾ വിദ്യാഭ്യാസ സഹോദരന്മാരാണ്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ പിറന്നവനെന്നാണ്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജാണ് ഞങ്ങളുടെ 2 പേരുടെയും അമ്മ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായ ചുരുക്കമോ അസൂയയോ ഇല്ല എന്നത് ഞാൻ എൻ്റെ അവകാശമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, ഞാൻ അവകാശപ്പെടുകയാണ്. സ്വീകരിക്കാൻ മനസ്സുള്ളവർ സ്വീകരിച്ചാട്ടെ, അത് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ.
ഞാൻ ആജീവനാന്തം വെച്ചു പുലർത്തിയ ഒരു ജീവിത ദർശനമുണ്ട്. അത് വാസ്തവത്തിൽ എന്നെ എക്കാലത്തും ക്രിസ്തീയ സമൂഹത്തിൽ പോലും അസ്വസ്ഥനായിട്ടാണ് നിലകൊള്ളുവാൻ അനുവദിച്ചിട്ടുള്ളത് എന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ പുരോഹിതനായി അതിനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അതിനെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, കുണ്ഠിതപ്പെടുന്നില്ല. ആ സമയത്ത് കോളേജിൻ്റെ ആവശ്യം നിറവേറ്റുന്നതിന് ആവശ്യമായിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി അമേരിക്കയിൽ പോകാനായ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായ സാഹചര്യത്തിൽ കോളേജ് ഒരു പ്രതിസന്ധിയിലായപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ പോകരുത്, കോളേജിൻ്റെ ചാപ്പലിൻ്റെ ചുമതല കൂടെ ഏറ്റെടുക്കണം. അന്ന് ഞാൻ പുരോഹിതനല്ല, അന്ന് ഞാൻ തിയോളജി പഠിച്ചിട്ടില്ല, തക്കതായ അതൊരു ട്രെയിനിങ്ങും എനിക്കില്ല. എങ്കിലും ഒരത്യാവശ്യത്തിൻ്റെ മധ്യത്തിൽ സ്വാർത്ഥത കൊണ്ട് ഇല്ല, എനിക്ക് പോയാൽ മതിയാകും, എൻ്റെ ഭാവി ഭാസുരമാകണമെങ്കിൽ ഞാനിപ്പോൾ പോയി PhD കൊണ്ടുവന്നെങ്കിലേ ഒക്കത്തുള്ളൂ എന്ന നിലപാട് എനിക്ക് എടുക്കാമായിരുന്നു. എന്നാൽ അതിന് മുതിരാതെ ഞാൻ എൻ്റെ എല്ലാ പരിപാടികളും സ്വപ്നങ്ങളും മാറ്റിവെച്ചിട്ട് ഞാൻ സ്നേഹിച്ച, ഇപ്പോഴും സ്നേഹിക്കുന്ന കോളേജിൻ്റെ ആവശ്യത്തെ മുൻനിർത്തി ഞാൻ ഈ കോളേജിൻ്റെ ചാപ്പലിൻ്റെ ചുമതല ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞാനത് സൂചിപ്പിക്കുന്നതാണെന്ന് ചോദിച്ചാൽ, ഇത് വളരെ ലളിതവും എന്നാൽ ശ്രദ്ധേയവുമായ ഒരു തത്വം ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോവുകയാണ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മൈത്രേയനെയും ശശി തരൂരിനെയും കേരളത്തിലിപ്പോൾ സ്ഥിതി ചെയ്യുന്ന സാംസ്കാരികമായ ആ ഒരു അധപ്പതനത്തെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൽ രണ്ട് കാഴ്ചപ്പാടുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഒന്ന്, ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, എൻ്റെ സുഖത്തിനും പുരോഗതിക്കും താല്പര്യത്തിനും നേട്ടത്തിനും വേണ്ടി ഞാൻ ഏത് മാർഗവും അവലംബിക്കും, ഏത് വഴിയും സഞ്ചരിക്കും, ഏത് നൃത്തവും ചവിട്ടും, ഏത് താളവും പിടിക്കും എന്ന ഒരു താല്പര്യം. അങ്ങനെ ചെയ്യുന്നത് മിടുക്കാണ്. അങ്ങനെ ചെയ്താൽ ഭൗതികമായ നേട്ടങ്ങളുണ്ടാകും. താൻ സമർത്ഥനാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി തനിക്ക് വേണ്ടി കൈയടിക്കും. സമൂഹത്തിൽ വളരെയധികം ബഹുമാനവും എവിടെ ചെന്നാലും വലിയ കസേരയും ലഭിക്കും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ നിങ്ങൾ തത്വം മനസ്സിലാക്കണം. നാം ചിന്തിക്കുമ്പോൾ തത്വങ്ങളിൽ കൂടെ ചിന്തിക്കാൻ പഠിക്കണം. മലയാളി വാസ്തവത്തിൽ ഇന്ന് പ്രാപിക്കേണ്ട പരിശീലനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മർമ്മമാണ് ഞാൻ ഇപ്പോൾ പങ്കിടുന്നത്. നാം ചിന്തിക്കുമ്പോൾ തത്വത്തിൽ കൂടെ ചിന്തിക്കണം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്താണ്? ചിന്തിക്കുമ്പോൾ തത്വത്തിൽ കൂടെയല്ല, വ്യക്തിപരമായ വൈരാഗ്യത്തിൽ കൂടെയോ വ്യക്തിപരമായ ഒരു ചായ്വിൽ കൂടെയോ മാത്രമാണ് മലയാളി ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2200-ൽ പരം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ ഓരോ വീഡിയോയിനോടും ആളുകൾ പ്രതികരിച്ച വിധം ഞാൻ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് ആളുകൾ എപ്രകാരം പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ് എന്നതുകൊണ്ട് ഞാൻ വളരെയധികം സമയം അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. എന്നാൽ ഈ പ്രതികരണങ്ങളൊക്കെ ഞാൻ പരിഗണിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ബഹുഭൂരിപക്ഷം ആളുകളും പ്രതികരിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്, ആശയപരമായിട്ടല്ല. ഇപ്പോൾ ഞാനൊരു ആശയം പറഞ്ഞാൽ അതിനോട് താല്പര്യമില്ലാത്ത ആളുകൾ എനിക്ക് കിറുക്കാണെന്നോ, ഞാൻ കിളവനായതുകൊണ്ട് സമല തെറ്റിപ്പോയെന്നോ, അല്ലെങ്കിൽ ഞാൻ കൊതിക്കറിവ് കൊണ്ട് പറയാം, ഇങ്ങനെയല്ലാതെ അവതരിപ്പിച്ച ഒരാശയത്തെ പോലും ആശയം കൊണ്ട് ഒരു സംവാദത്തിൻ്റെ രൂപത്തിൽ അഭിമുഖീകരിച്ച ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല ഈ 2 വർഷമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിന് വളരെ അടിസ്ഥാനമുണ്ട് എന്ന് ദയവായി മനസ്സിലാക്കി. അപ്പം നാം ശശി തരൂരിലോട്ട് ശ്രദ്ധയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ്? അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ ജോലി ചെയ്തു, വളരെ പ്രാഗൽഭ്യത്തോടെ ജോലി ചെയ്തു. അദ്ദേഹം വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ച മനുഷ്യനാണ്. എന്നാൽ അതിനപ്പുറത്ത് രാഷ്ട്രീയമായ നേട്ടം ഉണ്ടായെങ്കിൽ കൊള്ളാം എന്ന വിധത്തിലാണ് അദ്ദേഹം വന്ന് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് വലിയ വലിയ സ്വീകരണം നൽകി. നെഹ്റു ഗാന്ധി കുടുംബം മൂലം മാത്രമാണ് ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടിയിൽ കാലുകുത്താൻ ഇടയായത്. പ്രത്യേകിച്ച് എനിക്ക് വ്യക്തമായിട്ടറിയാം, സോണിയാഗാന്ധി ശശി തരൂർ നൽകിയിട്ടുള്ള കൈത്താങ്ങൽ വളരെ 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 അധികമാണ്.
അതിനെപ്പറ്റി അദ്ദേഹം ഒരു വാക്ക് പോലും പറയുന്നില്ല എന്നതും ഈ തരുണത്തിൽ നാം ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇന്നും കോൺഗ്രസ് പാർട്ടിയിൽ ശശി തരൂരിന് ഒരു നല്ല സ്ഥാനമുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സോണിയാഗാന്ധി തന്നെയാണ്. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, താൻ കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ തന്നെ മറുകണ്ഠം ചാടാനായിട്ടുള്ള പാതയൊരുക്കുന്ന, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ പ്രീതിപ്പിച്ച് ഇവിടെ അല്ലെങ്കിൽ അവിടെ എനിക്ക് സ്ഥാനം വേണം, കസേര വേണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിനെ നാം എങ്ങനെ മനസ്സിലാക്കണമെന്നത് താത്വികമായി മാത്രം പരിഗണിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ശശി തരൂരിനെ ഏതെങ്കിലും വിധത്തിൽ കൊച്ചാക്കാനോ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെ ചെറുതായി കാണിക്കാനോ എനിക്ക് താല്പര്യമില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. ശശി തരൂറും ഞാനും ഒരേ വഴിയിൽ സഞ്ചരിക്കുന്ന ആളല്ല, ഒരേ ലക്ഷ്യത്തെ പിന്തുടർന്ന് പരസ്പരം മത്സരിക്കുന്ന ആളുകളല്ല. അദ്ദേഹം എനിക്കോ എനിക്ക് അദ്ദേഹമോ ഒന്നുമല്ല എന്നതും കൂടി ഈ സമയത്ത് അല്പം സാമാന്യ ബുദ്ധിയുള്ളവർ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ മൈത്രേയനാണെങ്കിലും ശശി തരൂരാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന വ്യക്തികളാണ്. ഇപ്പോൾ മൈത്രേയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചില താല്പര്യങ്ങൾ, ചില ചിന്തകൾ, അതിനപ്പുറത്തൊന്നുമില്ല. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നവരെ അദ്ദേഹം ഉടനെ പുലി ചാടിക്കടിക്കുന്ന പോലെ അദ്ദേഹം ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അത് ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടിൻ്റെ വ്യക്തിപരമായ ആവിഷ്കാരമാണ്. അത് ഈ യുഗത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രകടനമാണ് എന്ന് നാം പലപ്പോഴും, മൈത്രേയൻ ഒരു വ്യക്തിയല്ല, മൈത്രേയൻ ഈ യുഗത്തിൻ്റെ ആത്മാവിനെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ശബ്ദമാക്കി മാറ്റി, അതുകൊണ്ട് വളരെയധികം ജനപ്രീതി ന്യായമായും ആർജിച്ച് അതിൽ അർമാദിക്കുന്നൊരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്, മിടുക്കാണ്. എനിക്ക് അതിൽ അല്പം പോലും അസൂയല്ല. പക്ഷേ അതെന്താണ്, അതിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ് എന്ന് കേരളത്തിൽ ജനം പൊതുവെ തിരിച്ചറിയാത്തത് കൊണ്ട് അജ്ഞതയിൽ അനേകർ ആ വഴിയെ സഞ്ചരിച്ച് ജീവിതത്തിൻ്റെ ഏതാണ്ട് സായാഹ്നകാലമാകുമ്പോൾ തങ്ങൾ തിരഞ്ഞെടുത്ത വഴി അർത്ഥശൂന്യമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് മടക്കയാത്രയില്ലാതെ ജീവിതം നിരാശയിൽ ഏതാണ്ട് പടുകുഴിയിൽ വീണ അവസ്ഥയിലായിപ്പോകരുത്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളോടുള്ള കരുതലിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നത് എന്നത് സത്യമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ സത്യമാണ്. നിങ്ങളത് തിരിച്ചറിയുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ സാംസ്കാരികമായി കുറച്ചുകൂടെ പോളിഷുള്ള വിധത്തിൽ അതേ മർമ്മം തന്നെയാണ് ശശി തരൂരിലും ഞാൻ കാണുന്നത്. അതായത് മൈത്രേയനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവനും തവിടുപൊടിയാലും സാരമില്ല, ഞാൻ എൻ്റെ വഴിയെ നടക്കും, എൻ്റെ കാര്യം, എൻ്റെ ഭൗതികമായ സുഖം, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ജീവിതത്തിൻ്റെ ആസ്വാദ്യത, അതിനകത്ത് അദ്ദേഹം ലൈംഗികമായ അനുഭവങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാര്യ ഭർത്താവും മക്കൾ പ്രായമായി കഴിഞ്ഞാൽ ലൈംഗികമായ പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ച് എവിടെ വേണമെങ്കിലും പോകാം. അത് യുക്തിയാണ്. അത് ചെയ്യാത്തവൻ മണ്ടനാണ്. ഇപ്പോൾ അംബാനിക്ക് 50,000 കോടി രൂപ ഉണ്ടെങ്കിലും ഒരേ ഒരു സ്ത്രീയുടെ കൂടെ മാത്രം ജീവിക്കുന്നതിൽ അവന് ജീവിക്കാൻ അറിഞ്ഞുകൂടാ എന്നൊക്കെ വളരെ വളരെ വലിയ ആഴമേറിയ സത്യങ്ങൾ ഇങ്ങനെ തട്ടിവിടുന്ന മൈത്രേയൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് മലയാളിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വളരെ തൻ്റെ ഇടത്തോടുകൂടെ ആത്മധൈര്യത്തോടുകൂടെ അവതരിപ്പിക്കുന്നു? അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഈ സമകാലീന എന്താണെന്ന് മലയാളിക്ക് മനസ്സിലാകുന്നില്ല. അതിനുള്ള ചരിത്രപരമായതോ ആശയപരമായ പശ്ചാത്തലം കേരളത്തിലെ ജനതയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് മൈത്രേയൻ എന്ന് പറയുന്ന ഈ ദോശ ഇത്ര വളരെയധികം വിറ്റുപോകുന്നത്, അദ്ദേഹം വളരെയധികം പ്രീതി ആർജിക്കുന്നത് എന്നത് ജനം തിരിച്ചറിയുന്നില്ല. ഇനി വേണ്ട, മൈത്രേയനിലേക്ക് ഞാൻ ശ്രദ്ധ കൂടുതൽ തിരിക്കുന്നില്ല. ശശി തരൂരിലോട്ട് വരുമ്പോൾ അത് തന്നെയാണ്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ,
അദ്ദേഹം അർഹിക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ കരുതുന്ന സ്ഥാനമാനങ്ങൾ അത് സർവ്വലോകത്തേക്കാളും വലുതാണ്. ലോകം മുഴുവനും കുഴിയിൽ വീണാലും അതെനിക്ക് കിട്ടിയേ മതിയാകൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മൈത്രേയൻ ഈ യുഗത്തിൻ്റെ ആത്മാവിനെ തൻ്റേതായ വിധത്തിൽ അവതരിപ്പിക്കുകയും പ്രയോജനപ്പെടുത്തുകയും അതിൻ്റെ ഗുണഫലങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അതേ ആത്മാവിൻ്റെ വേറൊരു പ്രകടനമാണ് ശശി തരൂർ. അത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമായ മേഖലയിലാണ്. അവിടെ ഭാരതത്തിൽ കത്തിജ്വലിക്കുന്ന ഏക സൂര്യൻ ശശി തരൂറാണ്. അദ്ദേഹത്തിന് വേണ്ട ബഹുമാനവും സ്ഥാനവും കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല. എന്നാൽ അത് മറ്റിടത്ത് പ്രാപിക്കാൻ ഇടയുണ്ട്. ആ ഒരു പ്രത്യാശയെ വേണ്ടതുപോലെ ഒന്ന് മസാജ് ചെയ്ത് പ്രയോജനപ്പെടുത്താനുള്ള സാമർഥ്യം നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹത്തിനുണ്ട്. ആ കാർഡ് അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കൺമുൻപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വ്യക്തി പ്രലോഭനങ്ങൾക്ക് വിധേയമായി പോകുന്നത് എന്താണ് എന്ന് മലയാളി മനസ്സിലാക്കണം. അത് ഒരു വ്യക്തി അവന് വേണ്ടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ആദർശത്തിന് വേണ്ടിയോ താൻ അംഗമായിരുന്ന പാർട്ടിയുടെ ആ ഐഡിയോളജിക്ക് വേണ്ടിയോ സിദ്ധാന്തത്തിന് വേണ്ടിയോ അല്ല രാഷ്ട്രത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയോ എല്ലാറ്റിനും ഉപരിയായി മാനവരാശി എന്ന് പറയുന്ന വലിയ സങ്കല്പത്തിൻ്റെ ആത്യന്തികമായ നന്മയെ മുൻനിർത്തി ചിന്തിക്കുകയോ അതിനനുസരിച്ച് സ്വയത്തിൻ്റെ ദാഹങ്ങളെയും ആഗ്രഹങ്ങളെയും അത്യാർത്ഥികളെയും ഒന്ന് നിയന്ത്രിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യുകയില്ല. ഞാനിപ്പോൾ ശശി തരൂറിൻ്റെ കുടുംബജീവിതത്തിലേക്ക് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അവിടെയും ഈ തത്വമുണ്ട്. അതായത് ഒരു സ്ത്രീയുമായി ബന്ധം സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ തൻ്റെ താല്പര്യങ്ങൾക്ക് ഉതകുന്നതല്ല, തനിക്കതിനപ്പുറത്ത് സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അടുത്തതിലേക്ക് പോകുന്നു. അത് കുറച്ച് നാൾ ആസ്വദിച്ച ശേഷം അവിടെ നിന്ന് അടുത്തതിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിൽ വേറെടുത്ത് പോകുന്നു. ഇങ്ങനെ ഈ കറങ്ങിപ്പോകും. ഇത് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാൻ പറയുന്നതല്ല, തത്വം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് എൻ്റെ വികാരങ്ങൾ, എൻ്റെ നിർവൃതികൾ, എൻ്റെ സുഖ സൗകര്യങ്ങൾ, അതിനപ്പുറത്തൊന്നുമില്ല. അതിനുവേണ്ടി ഏത് വ്യക്തിയെ ഞാൻ ഉപയോഗിച്ച ശേഷം ഞാൻ ഉപേക്ഷിക്കും എന്ന ഈ ഒരു കാഴ്ചപ്പാടിനെ നിങ്ങൾ മനസ്സിലാക്കണം. അതേ കാഴ്ചപ്പാടാണ് രാഷ്ട്രീയത്തിലും അദ്ദേഹം കൊണ്ടുവരുന്നത്. കോൺഗ്രസ് പാർട്ടി അദ്ദേഹം വിവാഹം ചെയ്തു. ആദ്യത്തെ വിവാഹം. ആ വിവാഹത്തിനുള്ളിൽ അദ്ദേഹത്തിന് വേണ്ടത്ര ആസ്വാദ്യത, പൊളിറ്റിക്കൽ സെക്ഷൽ ഫുൾഫിൽമെൻറ്റ് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത ബ്രാഞ്ച് തുറക്കാനായിട്ട് അദ്ദേഹം അത് ന്യായമായും എപ്രകാരമാണ് തൻ്റെ വിവാഹ വൈകാരിക ജീവിതത്തിൽ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് ചാടി ഇപ്പോഴിവിടെ ചാടണമെന്നറിയാൻ പോയത് നിൽക്കുന്നത്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും അദ്ദേഹം ചെയ്യുന്നതിൽ യാതൊരു അതിശയോക്തിക്കും അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ സംഭവിക്കുമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ഞാൻ ഒരു തത്വം കുറച്ചുകൂടെ വ്യക്തമായി ഞാനൊന്ന് അവതരിപ്പിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. നമ്മുടെ കേന്ദ്ര ബിന്ദു വ്യക്തികളല്ല. നമ്മുടെ കേന്ദ്ര ബിന്ദു ഒരു സമൂഹവും ഒരു യുഗവുമാണ്. an epoch, a society and an epoch. അതിനെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികൾ അതിനുവേണ്ടി നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവരോട് നന്ദി ഉണ്ടാകണം എന്നും കൂടെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലടങ്ങിയിരിക്കുന്ന മർമ്മം ഞാൻ ഒന്ന് ആവർത്തിക്കാൻ പോവുകയാണ്, സ്പഷ്ടതയ്ക്ക് വേണ്ടി മാത്രം. ലോകത്തിൽ രണ്ട് കാഴ്ചപ്പാട്. ഒന്ന്, നമുക്കറിയാം മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയിൽ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. ഒന്ന് ഞാൻ, രണ്ട് മനുഷ്യജാതി, ഹ്യൂമാനിറ്റി. വ്യക്തിയും മനുഷ്യജാതിയും. അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. എന്നാൽ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, വ്യക്തി മനുഷ്യജാതിയോട് എപ്രകാരമുള്ള ബന്ധമാണ് പുലർത്തേണ്ടത്? അല്ലെങ്കിൽ വ്യക്തി
തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ആത്മീയതയിനകത്ത് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും അതൊന്ന് ഇലസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ നിശ്ചയിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. എന്തുകൊണ്ട് സ്വയം ത്യജിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ സ്വയത്തെ ത്യജിക്കാത്ത വ്യക്തിക്ക് ഈ ബൃഹത്തായ എല്ലാറ്റിൻ്റെയും പൂർണ്ണത ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച സാധ്യതകളോട്, യൂണിവേഴ്സൽ പോസിബിലിറ്റീസ്, അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ സാധ്യമല്ല. ആത്മീയതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ, ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള തത്വം എന്താണ്? മനുഷ്യരാശിയുടെ പൂർണ്ണതയെ അന്വേഷിക്കുകയും അറിയുകയും അതിനനുസരിച്ച് അവൻ്റെ വ്യക്തി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണം, അല്ലെങ്കിൽ സ്വരുപ്പിടിപ്പിക്കണം എന്നുള്ളതാണ് ആത്മീയതയുടെ ഉള്ളടക്കം തന്നെ. അത് ആത്മീയതയിൽ മാത്രമല്ല, ഫിലോസഫിയിൽ പോലും അങ്ങനെയാണ്. നിങ്ങൾ ജർമ്മൻ ഫിലോസഫറായിരുന്ന ജോഹാൻ ഗോട്ട്ലിയബ് ഫിഷ്ത് എന്ന് പറയുന്ന വലിയ ചിന്തകൻ, എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രസൻറ്റ് ഏജ് എന്ന പുസ്തകം നിങ്ങളൊന്ന് വായിച്ചാൽ, അദ്ദേഹം 1802-3 എങ്ങാണ്ട് പബ്ലിഷ് ചെയ്ത പുസ്തകം എന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പം അത് കുറച്ച് വ്യത്യാസം വന്നേക്കാം, പക്ഷേ ഓർമ്മയിൽ നിന്ന് പറയുമ്പോൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രസൻറ്റ് ഏജ് ബൈ ഫിഷ്ത്, FICHTE, പ്രൊനൗൺസ് ഫിഷ്ത്. അത് വായിച്ചാൽ ഞാൻ ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകും. അതിൽ കൂടെ കുറച്ചുകൂടി വ്യക്തത പ്രാപിക്കണമെങ്കിൽ സോറൻ കീർക്കെഗാർഡിൻ്റെ ദ പ്രസൻറ്റ് ഏജ് എന്ന പുസ്തകം കൂടെ വായിച്ചാൽ, രണ്ടും വളരെ വ്യത്യസ്തമായ പുസ്തകങ്ങളാണ് രണ്ടും, ഒന്നാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രസൻറ്റ് ഏജ് ബൈ ഫിഷ്ത്, ജോഹാൻ ഗോട്ട്ലിബ് ഫിഷ്ത്, ആൻഡ് ദ പ്രസൻറ്റ് ഏജ് ബൈ സോറൻ കീർക്കെഗാർഡ്. പോട്ടെ, അത് ഒരു റെഫറൻസ് എന്നതിൽ പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ഈ വ്യക്തിപരമായ ചിന്തയിലും താല്പര്യത്തിലും ലാഭേച്ഛയിൽ നിന്നും വിടുതൽ പ്രാപിക്കാത്തൊരു വ്യക്തിക്ക് ഈ സാർവലൗകികമായ വിധത്തിൽ ചിന്തിക്കുവാനോ അവൻ്റെ വ്യക്തിത്വം വളർത്തിയെടുക്കുവാനോ സാധ്യമല്ല. ഇപ്പോൾ ശശി തരൂർ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ വിശ്വപൗരൻ എന്ന് ആളെ വിളിച്ചുകൊണ്ട്, ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്ന് സഹിക്കാൻ വയ്യായിരുന്നു. ചിരിച്ചെൻ്റെ എനിക്ക് ഊപ്പാട് വന്നു. ഈ വിശ്വപൗരൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മലയാളിയുടെ പൊട്ടത്തരം കൊണ്ട് വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലായിടത്തും സഞ്ചരിച്ചിട്ടുള്ള വിശ്വപൗരൻ 1. 2, അന്താരാഷ്ട്രീയ സംഘടനയിൽ ജോലി ചെയ്താൽ ആ വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മലയാളിക്ക് ഇത്രമാത്രം മണ്ടത്തരം വിളമ്പാൻ ഒക്കുമോ? വിശ്വപൗരൻ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, സ്വയത്തെ പരിപൂർണമായി അതിജീവിച്ച് ഈ വിശ്വത്തെ മുഴുവനും ഒന്നായി തൻ്റെ ഭവനമായി കണ്ട് തൻ്റെ ഓരോ വാക്കുകളും ഓരോ ചുവടുകളും ഓരോ നിലപാടുകളും ഓരോ മുന്നേറ്റങ്ങളും ഈ വലിയ വിശ്വം എന്ന് പറയുന്ന, അത് മനുഷ്യരാശിയുടെ ആകമാനമായ കുടുംബം, ലോകമേ തറവാട്, അതിനനുസരിച്ച് മാത്രം ചുവടുകൾ വയ്ക്കുന്നൊരു വ്യക്തിയെ മാത്രമേ വിശ്വപൗരൻ എന്ന് പറയാവൂ. ഇങ്ങനെയുള്ള ആശയങ്ങളെ നിങ്ങൾ കൊച്ചാക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുത്. ശശി തരൂർ ഒരു വിശ്വപൗരനാകണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ 1000 ജന്മം ഇരുന്നാലും അദ്ദേഹത്തിന് സാധ്യമാകയില്ല. അദ്ദേഹത്തിന് ലോകത്തിലെ 193 രാജ്യങ്ങളിലും ജനപ്രീതി ഉണ്ടെങ്കിലും അദ്ദേഹം വിശ്വപൗരനാകുകയില്ല. അദ്ദേഹത്തിൻ്റെ ദർശനം ദയവായി മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ ദർശനം വിശ്വദർശനം അല്ലെങ്കിൽ എങ്ങനെയാണ് വിശ്വപൗരനാകുന്നത്? ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത്, ലോകം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, എനിക്ക് എൻ്റെ കാര്യം നടക്കണം. അങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും വിശ്വപൗരനാകുകയില്ല. എന്ന് മാത്രവുമല്ല, അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് ഒരു വിധത്തിലുള്ള ബൗദ്ധികമോ ധാർമ്മികമോ സൈദ്ധാന്തികമോ മാനവികത സംബന്ധമായിട്ടുള്ള മർമ്മങ്ങളോ ഉള്ള സ്ഥിരത, കൺസിസ്റ്റൻസി പ്രതീക്ഷിക്കരുത്. സ്വന്തം താല്പര്യത്തെ അന്വേഷിക്കുന്ന ആളുകൾ ഇന്ന് ഇവിടെ ചവിട്ടും, നാളെ അവിടെ ചവിട്ടും. ഇന്ന് കാളരാഗത്തിൽ പാടും, നാളെ കല്യാണരാഗത്തിൽ പാടും. അത് വളരെ ന്യായമാണ്. അത് ചെയ്യുന്നവൻ മിടുക്കനാണെന്ന് മാത്രമേ ഈ വ്യക്തി
താല്പര്യങ്ങളെ മാത്രം അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം, കേരളത്തിൻ്റെ സംസ്കാരം അതാണ്. ഇപ്പോൾ കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ മത നേതാവോ വിദ്യാഭ്യാസ പണ്ഡിതനോ സാംസ്കാരിക നേതാവോ ഇന്ന് കേരളത്തിലുണ്ടോ? നമ്മൾ ആരെങ്കിലും വ്യക്തിപരമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ? കേരളത്തിന് നന്മ വരണം, കേരളത്തിൻ്റെ സാധ്യതകളോട് നമുക്ക് നീതി പാലിക്കണം എന്ന വിധത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ശശി തരൂർ എന്ന് പറയുന്നത് കേരളത്തിലും ഭാരതത്തിലും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രീയമായ സംസ്കാരം അത് വ്യക്തി കേന്ദ്രീകൃതമാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ദൈവമാണ്, നമോ 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 എന്ന് പറയുന്നത്. അത് വ്യക്തിപൂജയാണ്, അതിനപ്പുറത്ത് നമുക്കറിയില്ല. ഇത് ജനായത്ത സംസ്കാരം, ജനകീയ ജനാധികാര സംസ്കാരത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കാനുള്ള അടിസ്ഥാന ബോധ്യം പോലും ഭാരതത്തിലെ ജനതയ്ക്കില്ല. എങ്ങനെയാണ് ഡെമോക്രസിയും ഈ വ്യക്തിപൂജയും ഒരുമിച്ച് പോകുന്നത്? ഡെമോക്രസിയുടെ അടിസ്ഥാന മർമ്മം എന്താണ്? എല്ലാവരും തുല്യരാണ്. പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? പക്ഷെ ആ ചോദ്യം പോലും ആരും ചോദിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ശശി തരൂർ വന്നപ്പോൾ അദ്ദേഹം ചെയ്തത് കേരളത്തിൻ്റെ ആരാധന തന്നിലേക്ക് ഒന്ന് കേന്ദ്രീകരിക്കാൻ എന്തെല്ലാം മർമ്മം തന്ത്രം പ്രയോഗിക്കാം. അത് ഇംഗ്ലീഷ് അങ്ങ് ശരിക്കും ഉപയോഗിച്ചു. വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ അങ്ങോട്ട് പറയുമ്പോൾ കേരളീയൻ്റെ അല്പത്തരം കണ്ട്, കേരളീയൻ അവൻ്റെ ഭാഷയോട് പുച്ഛവും ഇംഗ്ലീഷിനോട് അടിമത്വവുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ ആജീവനാന്തം ഇംഗ്ലീഷ് ഭാഷ വിറ്റ് അഹോവൃത്തി കഴിച്ച വ്യക്തിയാണ്. ഇംഗ്ലീഷ് ഭാഷ കൈക്കലാക്കാൻ ഞാനും കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, മലയാളത്തേക്കാൾ അത്ര വലിയ മേന്മയൊന്നും ഇംഗ്ലീഷിനില്ല. എൻ്റെ ഇന്നത്തെ സങ്കടം മലയാളം എനിക്ക് വേണ്ടതുപോലെ അഭ്യസിക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ്. ഇപ്പോൾ വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്ക് പറഞ്ഞാൽ അവന് വേണ്ടി വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നവനെങ്കിൽ മലയാളിയുടെ അല്പത്തരമാണത്. നിങ്ങൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആശയം വിനിമയം ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതല്ല. മനുഷ്യനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നവൻ പീറനാണ്, മനസ്സിലാക്കണം. മനുഷ്യനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നവൻ മറ്റുള്ളവരോട് പുച്ഛമുള്ളവനും സ്വയത്തെ ഊതി വീർപ്പിക്കാൻ താല്പര്യം മാത്രമുള്ള പീറയാണ്. അങ്ങനെയുള്ളവർ മാത്രമേ ഭാഷയെ ഒരു വലിയ ആഭരണമായിട്ട് എടുത്ത് കാണിക്കുകയുള്ളൂ. ഭാഷ ഒരു ഉപകരണം മാത്രമാണ്. ഇതുപോലും മനസ്സിലാക്കാനുള്ള ത്രാണി മലയാളിക്കില്ലെങ്കിൽ വളരെ സങ്കടമാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ഇമേജ് ഇവിടെ ഇറക്കി. താൻ ഇതാണ് വലിയ സംഭവമാണ്. ഇപ്പോൾ ഈ അടുത്തിടെ ഒരു അഭിപ്രായ സർവേ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ശശി തരൂരാണ്. ആയിരിക്കാം, അല്ലായിരിക്കാം, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്തകൻ എന്ന നിലയിൽ എൻ്റെ പ്രശ്നം എന്താണ്? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു ദർശനം, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു സമീപനം വളരെ വളരെ എന്താണ് പറയുന്നത്, നിരാശാജനകമാണ്. താൻ തനിക്ക് വേണ്ടി സ്വയത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്ന് ഒരു സമൂഹത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ഭാവി ഭാസുരമാക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും സമീപനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തിലേക്ക് മരമണ്ടന്മാരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശശി തരൂർ, മൈത്രേയൻ, ഈ രണ്ട് വ്യക്തികളും ഒരേ നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്. രണ്ടുപേരും അവർ മാത്രമാണ് യാഥാർത്ഥ്യം, അവർക്ക് മാത്രമാണ് വിലയുള്ളത്, ബാക്കിയുള്ളവരൊക്കെ പിണ്ണാക്കാണ്. ഞങ്ങൾ പറയുന്നത് കേൾക്കുവീൻ, ഞങ്ങളുടെ പുറകെ വരുവീൻ, നിങ്ങളെ മറന്നിട്ട് ഞങ്ങളെ മാത്രം ശ്രദ്ധിപ്പീൻ. ലോകത്ത് മറ്റൊന്നുമില്ല, മനുഷ്യജാതിയൊന്നില്ല, സംസ്കാരമൊന്നില്ല, നീതിബോധമൊന്നില്ല, കടപ്പാടെന്നില്ല, സന്മാർഗബോധമെന്നില്ല, ഒന്നുമില്ല. ഞങ്ങളെ നോക്കുവീൻ. ഇത് വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പീറത്തരമാണ്. ഇതിൻ്റെ പുറകെ പോകുന്നവൻ പമ്പര വിഡ്ഢിയാണ്, അവനെ തന്നെ അപമാനിക്കാൻ മാത്രം പഠിച്ചവനാണ്. ദയവായി മനസ്സിലാക്കുക, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.